ഇതെവിടുന്ന? ഇത് ചിപ്പിമോളുടെ അമ്മ എനിക്ക് കൊണ്ട് തന്നതാ. ഓ, ശരിക്കും അവരെന്തിനാ ഇവിടെ വന്നത്? തന്നെ കാണാൻ മാത്രമാണോ? പിന്നല്ലാതെ, നമ്മളവിടെ ചെന്നിട്ട് പോലും ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. എന്തോ എനിക്കിതങ്ങോട്ട് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. എന്താ അങ്ങനെ സംശയിക്കാൻ? എന്തോ എനിക്കങ്ങനെ തോന്നി. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ തനിക്ക് അവരെ പറ്റി എന്താ തോന്നിയത്? അവരൊരു നല്ല സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിയത്. വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാള് സംസാരിക്കുന്ന പോലെയാ അവരെന്നോട് സംസാരിച്ചതും. എനിക്കും അങ്ങനെ തന്നെ തോന്നി. എന്തായാലും എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. ഞാൻ ഹാപ്പിയാ. ഫ്രണ്ട്സ് ആവുന്നൊക്കെ നല്ലതാ, പക്ഷേ അവരുടെ നേച്ചർ തന്നോട് ഒത്തുപോകുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോ ഞാനിത് തുടർന്നോണ്ട് പോണ്ടെന്നാണോ ഗൂഗിള് പറയുന്നത്? ഞാനതല്ല ഉദ്ദേശിച്ചത്. ഏറെ നാള് കൂടിയിട്ടാണെങ്കിലും തനിക്കൊരു സുഹൃത്തുണ്ടാവുന്ന എനിക്ക് സന്തോഷമാണ്. പിന്നെ ആ സ്കൂളിൽ വെച്ചുണ്ടായ സംഭവമൊക്കെ തനിക്കും അറിയാമല്ലോ. ഐ മീൻ, തന്നെ പോലെ ശാന്ത സ്വഭാവിയല്ല അവര്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ ശരിയാ. അത് ഗൂഗിള് പറയുന്ന കേട്ടപ്പോ എനിക്കും അങ്ങനെ തന്നെ തോന്നി. പക്ഷേ ഇപ്പൊ നേരിട്ട് സംസാരിച്ചപ്പോ അവരൊരു സ്നേഹമുള്ള, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ത്രീ ആയിട്ടാ എനിക്ക് തോന്നിയത്. എങ്കിൽ പിന്നെ ഓക്കെ. ആരെ സുഹൃത്താക്കണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. താൻ അവന്തികയുടെ കാര്യത്തിൽ കൺവിൻസ് ആയ സ്ഥിതിക്ക്. അതെ, ആശുപത്രിയിൽ നിന്ന് ശിശിര വിളിച്ചിരുന്നു. എന്താമേ, ഇതിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. 2 ദിവസമായില്ലേ അവൾ ആശുപത്രി നിൽക്കാൻ തുടങ്ങിയിട്ട്. അവൾക്കൊന്ന് ഇങ്ങോട്ട് വരണമെന്ന്. തുണികളൊക്കെ എടുക്കണം. ആരെങ്കിലും അങ്ങോട്ട് പോയാലല്ലേ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. ഞാനങ്ങോട്ട് പോകാൻ തുടങ്ങായിരുന്നു. രാത്രി ഞാൻ നിന്നോളാം. അമ്മ അവളോട് വിളിച്ച് പറഞ്ഞേരെ. ശരി. ആ, എങ്കിൽ ശരി, ഞാൻ ഇറങ്ങിക്കോട്ടെ. മതിയോ? മതി. ഈ ഗോകുലിത് എവിടെ പോയി കിടക്കുവാ? രാജീവേട്ടാ, എന്തെങ്കിലും വേണോ? ആ, ഞാൻ ഇവിടെ ഇരുന്ന് മടുത്തു. എത്ര നേരമായി കാത്തിരിക്കുന്നു അറിയോ? അല്ലെങ്കിലും ഈ ആശുപത്രി കൂട്ടിരിപ്പ് ഇത്തിരി കട്ടിയുള്ള ഏർപ്പാടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. അതെ, രാവിലെ വന്നേക്കണം. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. അതങ്ങ് പറഞ്ഞേക്കരുത്. രാജീവേ, ഇവിടെ നിന്നെ ബോറടിപ്പിച്ചോ? രാജീവേട്ടനല്ല, എനിക്കാ ബോറടിച്ചത്. രാജീവേട്ടാ, ഞാൻ പോയിട്ട് വരാം. അവള് രക്ഷപ്പെട്ടു പോയതാ. ഇത്രയും നേരം കടിച്ചു പിടിച്ചാ അവള് നിന്റെ അടുത്ത് ഇരുന്നത്. ഇവളെ പോലും മടിച്ച്. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞു? ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുഴപ്പമില്ലെന്നാ? സാരമില്ലടോ, എല്ലാം ശരിയാവും. പിന്നെ രാജീവേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അന്ന് അപകടം നടന്ന ദിവസം നമ്മൾ വഴക്കിട്ടില്ലേ? അന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ രാജീവനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് സത്യമാണ് രാജീവേ. എന്ത് കാര്യമാണെന്നോ? ഓർക്കുന്നില്ലേ? അതായത് സമ്പ്രദയുടെ യഥാർത്ഥ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞത് സത്യമാണോ? പറ രാജീവേ. അത് രാജീവനെ വെല്ലുവിളിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ? സമ്പതയെയോ ഭർത്താവിനെയോ ബന്ധുക്കളെയോ
അങ്ങനെ ആരെങ്കിലും രാജീവിന് അറിയോ? സത്യം പറഞ്ഞ അത് കേട്ട നിമിഷം മുതൽ എന്റെ ഉള്ളിലൊരു തീ പിടിച്ചതാ. ഇപ്പോഴും അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം രാജീവിന് അറിയാലോ. അവളെന്റെ കുഞ്ഞിന്റെ അമ്മേ. പറ രാജീവ്. എന്താ എന്താ രാജീവേ? ഒരു എന്നോട് ചോദിക്കട്ടെ എന്നാണോ? ചോദിക്കേ. എന്താ രാജീവിന് ചോദിക്കാനുള്ളത്? എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയാമോ? യഥാർത്ഥത്തില് അവളുടെ ഭർത്താവ് തിരിച്ചു വന്ന ഞാൻ എന്ത് ചെയ്യുമെന്നാണോ? അങ്ങനെയാണോ ചോദിച്ചത്? മനസ്സിലായി. അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല രാജീവേ. തിരിച്ചു കൊടുക്കോ? സമ്പൃതയെ തിരിച്ചു കൊടുക്കുമെന്ന്.